നാളെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് പറ ഇറങ്ങാൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ അതിന് മുമ്പുള്ള അടുക്കിപ്പറക്കലൊക്കെയാണ് നടക്കുന്നത്. ഇന്ന് 41 വിളക്കിനോടനുബന്ധിച്ച് നമ്മുടെ അമ്പലത്തിൽ ഘോഷയാത്രയും പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനും പോകണം. അങ്ങനെ ആദ്യം തന്നെ കുറേ തുണികൾ എനിക്ക് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് മടക്കി വെച്ചിട്ട് നമ്മുടെ ബെഡ്ഷീറ്റ് മാറാൻ പോവാണ്, കഴുകാൻ പോവാണ്. അങ്ങനെ അതെല്ലാം കൂട്ടിപ്പറക്കി കഴുകാനായിട്ട് ചെന്നപ്പോഴാണ് വാഷിംഗ് മെഷീനിൽ കഴുകിയ തുണി കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതും പെട്ടെന്ന് വിരിച്ചിട്ടിട്ട് നമ്മുടെ ബെഡ്ഷീറ്റ് എല്ലാം കൂടെ കഴുകാനായിട്ട് എടുത്തിട്ടു. ഇനി ശേഷം ഓടി ചെന്ന് പെരയ്ക്ക് അതെല്ലാം തൂത്തു. എന്നും തൂക്കുന്നതുകൊണ്ട് വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും തൂത്തിട്ട് വേണമല്ലോ തുടയ്ക്കാൻ. അങ്ങനെ നമ്മൾ തൂത്ത് വൃത്തിയാക്കി. മണ്ണായതുകൊണ്ട് എൻ്റെ ചവിട്ടി കിടക്കുന്നിടത്ത് അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം തൂത്ത് വാരിയിട്ട് നേരെ പോയത് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. തൂപ്പും തുടപ്പുമൊക്കെ ഒരുമിച്ച് അങ്ങ് നടത്തി. കുറച്ച് നേരം പോലും റെസ്റ്റ് എടുക്കാനിരുന്നില്ല, കാരണം എനിക്ക് എന്നെ അറിയാം ഞാൻ റെസ്റ്റ് എടുത്താൽ എപ്പോഴാണ് എണീക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാനൊന്നും നിന്നില്ല. കയ്യോടെ തന്നെ എല്ലാ ജോലിയും പെട്ടെന്ന് തീർത്തിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, കാരണം ഞാൻ ഇതുവരെ 41 വിളക്ക് കണ്ടിട്ടില്ല. അടുക്കളയിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വൃത്തിയാക്കാനുള്ളത്. അവിടെ ഇരുന്ന പാട്ടയും എല്ലാം ഞങ്ങൾ ഒരുവിധമൊക്കെ കഴുകി വെച്ചിട്ട് അവിടെ നല്ലോണം തുടച്ചു. നല്ല അഴുക്ക് അടുക്കളയിലാണ് എപ്പോഴും ഉണ്ടാവാറ്. പൊതുവെ ഹാളിനെയും റൂമിനെയൊക്കെ കാട്ടി അടുക്കളയിലാണ് കൂടുതൽ അഴുക്ക്. അങ്ങനെ അകത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിണ്ണയിലോട്ടാണ് വന്നത്. അവിടെ എല്ലാം നല്ലോണം തൂത്ത് വൃത്തിയാക്കിയിട്ട് തിണ്ണ തുടയ്ക്കാനായിട്ട് പോവാണ്. തിണ്ണ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും തുടയ്ക്കാറില്ല. തിണ്ണ തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിപ്പി ജോലിയും കഴിഞ്ഞിട്ട് വന്നത്. ഇന്ന് നേരത്തെ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല കുട്ടിയായിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ കൊടുത്ത കേക്കൊക്കെ കൊണ്ട് തന്നെ എനിക്ക് പ്ലം കേക്ക് വിശന്ന് കുടൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അത് കയ്യോടെ തന്നെ കൊണ്ടുപോയി അങ്ങ് മുറിച്ചു. നല്ല സോഫ്റ്റ് പ്ലം കേക്കായിരുന്നു. നമുക്കിപ്പോഴാണ് പ്ലം കേക്ക് കിട്ടുന്നത്, അപ്പോൾ അതിൻ്റെ സന്തോഷമാണ്. അങ്ങനെ അതിരുന്ന് പകുതി മുക്കാലും കഴിച്ച് തീർത്തെന്ന് തന്നെ പറയാം. അതിനുശേഷം ഞാൻ പെട്ടെന്ന് പോയി റെഡിയായി ഫ്രഷൊക്കെ ആയിട്ട് പവിയെ വിളിച്ചുകൊണ്ട് പോയി ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അവൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതാണ് ജ്യൂസ് കുടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മൈനാപ്പള്ളിയിലുള്ള ഒരു കടയിൽ പോയിട്ട് ഞാനൊരു ലൈമും അവളൊരു എന്താണ് തണ്ണിമത്തൻ ജ്യൂസും പറഞ്ഞു. 2 ജ്യൂസും ഫ്ലോപ്പായിരുന്നു, കാരണം അങ്ങനെയല്ലേ വരൂ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് സമാധാനത്തെ കുടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.